വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷ സങ്കീർത്തനം 45:6 ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ശ്രദ്ധിക്കണമേ, അത് സങ്കീർത്തനക്കാരൻ പറയുന്നതിന് എബ്രായ ലേഖനത്തിൽ ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. ദൈവമേ, നിന്റെ സിംഹാസനം, യേശുവിനെ കുറിച്ച് പിതാവ് പറയുന്ന ഒരു ഭാഗമാണ്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുള്ള രാജത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീതിയുള്ള ചെങ്കോൽ. നീ നീതി ഇഷ്ടപ്പെടുകയും, നാം സേവിക്കുന്ന ദൈവം നീതിമാനാണ്, പരിശുദ്ധനാണ്. അപ്പം ആ ദൈവം, അവൻ്റെ ചെങ്കോല് രാജത്വത്തിൻ്റെ ചെങ്കോൽ, നീതിയുടെ ചെങ്കോല്. അപ്പം നമ്മളെ ഭരിക്കുന്നവരെല്ലാം നീതിയുടെ ചെങ്കോൽ നമുക്ക് പറയാനൊക്കത്തില്ല. എന്നാൽ ഇവിടെ സ്വർഗീയ സിംഹാസനത്തിൽ ഒരാൾ മരണത്തെയും പാപത്തെയും പിശാചിനെയും ജയിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ സിംഹാസനത്തിലിരുന്ന് വാഴുകയാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ താൻ വാഴുക എന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. വാഴുന്നു. ഇവിടെ എഴുതിയിരിക്കുന്ന, അങ്ങനെയെങ്കിൽ നാം നീതി ഇഷ്ടപ്പെടുകയും തിന്മയെ നാം ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാണ്. ദൈവമേ, നിന്റെ ദൈവം. അതിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, കോംപ്രമൈസ് ചെയ്യുകയല്ല. പാപത്തെ അതിൻ്റെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് അതിനെ എതിർത്ത്, എന്തെങ്കിലും ഒരു പ്രാണി അല്ലെ എന്തെങ്കിലും നമ്മളെ ആക്രമണങ്ങൾ പെട്ടെന്ന് തട്ടി മാറ്റുന്നത് പോലെ പാപത്തെ പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കണമെന്നാണ് വേദപുസ്തകം പറയുന്നത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നാം ഓടണം. എങ്ങനെ ഓടുന്നത്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനായ യേശുവിനെ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ. അങ്ങനെയാണ്, എന്ത് കാര്യം നാം അനുസരിക്കുമ്പോൾ അതിലൂടെ, അനുസരണത്തിലൂടെ ഒരു അനുഗ്രഹമുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവമോ നിന്നെ കൂട്ടുകാരിൽ പരമായി മറ്റുള്ളവരെക്കാൾ അധികം ആനന്ദ തൈലമുണ്ട്. ആ ദൈവിക സന്തോഷം മതി ജയത്തോടെ ജീവിപ്പാൻ. ആ ആനന്ദ തൈലം എന്തുവാ? ആ വേർപാടെന്ന് പറയുന്നത് അതാണ്. ലോകത്തോട് നോ, നമ്മളെ ദൈവവചനത്തിനെതിരായിട്ടുള്ള സംഭവങ്ങളോട് നമ്മൾ നോ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് അതെ, പരിശുദ്ധാത്മാവിനോട് അതെ, ഓരോ ദിവസവും പ്രാർത്ഥനയിലും ആത്മീയ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മെ അഭിഷേകം ചെയ്യും. എങ്ങനെ അഭിഷേകം ചെയ്യുന്നു? ആനന്ദ തൈലം. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആമേൻ. അപ്പോൾ ലോകം തരുന്നതിൽ ഒരു സന്തോഷമുണ്ട് ദൈവരാജ്യത്തിൽ. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും അത് സന്തോഷവുമാണ്. അതുകൊണ്ട് ആ യേശു, ആ നീതിയുള്ള ചെങ്കോലോട് നീതിയോടെ വാഴുന്നത് കൊണ്ട് നമുക്ക് നീതി ഇഷ്ടപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി കൊണ്ട് നാം ജീവിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും. ആ ദൈവിക സന്തോഷം ജയിച്ചു മുന്നേറാൻ ദൈവം നമ്മളെ സഹായിക്കുക മാത്രമല്ല, നിത്യതയിലും കർത്താവിനോട് വസിക്കാൻ സഹായിക്കും. ഇത് ആദ്യമായാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.